ഈ വയറൊന്നും എടുത്ത് ആ ഫാനിന്റെ ഇവിടെ നിന്ന് എണീക്കാൻ പറ്റൂല. ലൈവ് സ്റ്റാർട്ട് ചെയ്തു. അഡ്വക്കേറ്റ് സംഗീത ലക്ഷ്മണൻ, അതായത് എല്ലാരും പറയുന്നത് ചത്തഭാമ ടീച്ചർ എന്നാണ്. ഓക്കെ, പിന്തുണച്ച് വന്നിരുന്നു. അപ്പൊ അതിന്റെ ഒരു ക്ലാരിഫിക്കേഷൻ ആണ്. ശ്രീമതി മല്ലിക സുകുമാരനെ അവർ വല്ലാത്ത രീതിയിൽ കളിയാക്കിയിരുന്നു. മല്ലിക ചേച്ചി എനിക്ക് ഒരു 3 വർഷത്തോളം ഞാൻ ആ ചേച്ചിയുടെ വീട്ടിന്റെ ചെവരില് അത്രയും ഡിസ്റ്റൻസിൽ ഞാൻ താമസിച്ചിട്ടുണ്ട്. ആ വീട്ടിൽ എന്ത് പറയുന്നോ ഇപ്പുറത്ത് കേൾക്കാം. അത്രയും എനിക്ക് ക്ലോസ് ആയിട്ട് ചേച്ചീനെ എനിക്കറിയാം. ഞാൻ ഫേസ് ടു ഫേസ് ഒരു സീരിയലിൽ അഭിനയിച്ചിട്ടുണ്ട്. ആ വീഡിയോസ് ഇടുമ്പോൾ നമുക്ക് ഇതിനകത്തുള്ള എന്താണ് കള്ളത്തരം എന്നുള്ളത് നമുക്ക് കറക്റ്റ് കേൾക്കുമ്പോൾ മനസ്സിലാവും. അപ്പം ഈ സംഗീത ലക്ഷ്മണൻ ഇന്നലെ വന്നിട്ട് ഒരുപാട് അങ്ങ് വെളുപ്പിക്കാൻ നോക്കി ചത്തഭാമ ടീച്ചറെ. നടക്കത്തില്ല. മല്ലിക അമ്മ എന്താണെന്ന് ക്ലിയർ ആയിട്ട് എനിക്കറിയാം. ക്ലിയർ ആയിട്ട് മല്ലിക അമ്മയെ കുറ്റം പറയാൻ സംഗീത ലക്ഷ്മണൻ വളർന്നിട്ടില്ല. അഡ്വക്കേറ്റ് സംഗീത ലക്ഷ്മണൻ ഈ ജന്മം വിചാരിച്ചാൽ നടക്കൂല മല്ലിക അമ്മയെ കുറ്റം പറയാൻ. മല്ലിക അമ്മ എത്രത്തോളം കഷ്ടപ്പെട്ടു ആ 2 മക്കളെ വളർത്തിയെന്ന് എനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. വളരെ വ്യക്തമായിട്ട്. അന്ന് കുണ്ടമൻ കടവില് വെള്ളപ്പൊക്കം ഉണ്ടാകുമ്പോൾ ആ ഉരുളിയിൽ കൊണ്ടുപോകുമ്പോൾ ആദ്യം മല്ലിക ചേച്ചിയെ കൊണ്ടുപോയി, പിന്നെ ഞങ്ങളുടെ ഫാമിലിയെ കൊണ്ടുപോയി. ഞങ്ങളെല്ലാം ഒരുപാട് പ്രശ്നങ്ങൾ ഞങ്ങൾ നേരിട്ട് അനുഭവിച്ചതാണ്. എനിക്ക് അത്രത്തോളം ക്ലോസ് ആയിട്ട് മല്ലിക ചേച്ചി അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. മല്ലിക ചേച്ചിയെ കുറ്റം പറയാൻ അഡ്വക്കേറ്റ് സംഗീത ലക്ഷ്മണൻ ആയിട്ടില്ല. നിങ്ങൾ എന്താ വന്ന് പറഞ്ഞത്? ക്യാബറ ഡാൻസ് വേദിന്ന് നിങ്ങൾ എന്ത് ഉദ്ദേശത്തിലാ പറഞ്ഞത്? അവർക്ക് അഭിനയിക്കാൻ കഴിവില്ലെന്ന്, അവരുടെ ലൈഫിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ നടന്നെന്നുള്ളത് A to Z എനിക്കറിയാം. A to Z. അത് ശാന്തിവിള ദിനേശൻ ചേട്ടൻ എന്റെ അടുത്ത് ലൈവായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഓരോ വിഷയങ്ങളെ കുറിച്ചും എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ശാന്തിവിള ദിനേശ് ചേട്ടൻ. ജഗതി ചേട്ടനുമായിട്ട് ജീവിക്കുന്ന സമയത്തിന് എന്തൊക്കെ സ്ട്രഗിൾ അനുഭവിച്ചിട്ടുണ്ടെന്ന്. അവരിനി അനുഭവിക്കാനൊന്നുമില്ല. സ്വന്തം വീട്ടിൽ നിന്ന് വന്ന് അവരുടെ പിന്നെ ആങ്ങളെ വന്നിട്ട് ഡോക്ടറാണ്. അവര് നല്ലൊരു ഫാമിലിയിൽ ഉണ്ടായതാണ്. അവിടുന്ന് ജഗതി ചേട്ടനെ വിശ്വസിച്ചാണ് വരുന്നത്. സിനിമയോടുള്ള അതിഭയങ്കരമായ ഇഷ്ടം കൊണ്ടാണ് വന്നത്. പക്ഷെ മദ്രാസില് പോയിട്ട് പട്ടിണി സഹിക്കുന്നതിനൊരു പരിധിയിൽ എന്നും കണ്ണീര് ഒരു പെണ്ണും സഹിക്കത്തില്ല. ജഗതി ചേട്ടനാണ് ഈ ചേച്ചിയോട് ഒരു സ്നേഹവും ഇല്ല. ഒരു പൈസ കൊണ്ട് കൊടുക്കത്തില്ല. എന്തോരം കഷ്ടപ്പെട്ടിട്ടുണ്ടെന്നറിയാം, എന്തോരം. എന്നിട്ട് ആ ചേച്ചിയുടെ ആ ഒരു വിഷമം കണ്ടിട്ടാണ് സുകുമാരൻ എന്ന നടൻ ജീവിതത്തിലേക്ക് ക്ഷണിക്കുന്നത്. അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ മനസ്സിനെ നമുക്ക് പറയാൻ വാക്കുകളില്ല. അദ്ദേഹം മരിക്കുന്ന സമയത്തിന് ഇവര് അന്തം വിട്ടു. എന്തൊക്കെ കരുതലായിരുന്നെന്ന്, ആ ഭാര്യയ്ക്ക് വേണ്ടിയിട്ട് എന്തൊക്കെ കരുതിയിട്ടിരുന്നെന്ന്. എന്തോ ഒരു സ്വത്തുക്കളാണെന്നറിയാം പറയാതെ മേടിച്ച് ഓറഞ്ച് തോട്ടങ്ങളാണെങ്കിലും ഒക്കെ മേടിച്ചിട്ടിരുന്നത്. ഒരു ഭർത്താവിന്റെ കരുതലാണ്. അതുകൊണ്ട് ഈ മരിച്ചതിന് ശേഷം ഈ നിമിഷം വരെ ആരുടെ മുമ്പിലും കൈനീട്ടേണ്ടി വന്നിട്ടില്ല ചേച്ചിക്ക്. അതാണ് ഒരാളുടെ ഭാഗ്യം. അപ്പം അഡ്വക്കേറ്റ് സംഗീത ലക്ഷ്മണൻ എന്തർത്ഥത്തിലാണ് കളിയാക്കിയത്? അഭിനയിക്കാൻ കഴിവില്ലെന്ന് ആര് പറഞ്ഞു? മല്ലിക ചേച്ചിക്ക് അഭിനയിക്കാൻ കഴിവില്ലെന്ന് ആരാ പറഞ്ഞത്? ആര് പറഞ്ഞു? ആ ചേച്ചി അമ്മ എന്ന ഒരു സ്ഥാനത്ത് നോക്കുവാണെങ്കിൽ 100-ൽ 200 മാർക്ക് ഞാൻ കൊടുക്കും. 100-ൽ 200 മാർക്ക് എനിക്ക് അത്രയും വ്യക്തമായി അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. മല്ലിക ചേച്ചിക്ക് 100-ൽ 200 മാർക്ക് കൊടുക്കും. ആ ചേച്ചിയെ കുറ്റം പറയാൻ അഡ്വക്കേറ്റ് സംഗീത ലക്ഷ്മണന് എന്ത് യോഗ്യതയാണുള്ളത്? ഞാൻ ചുമ്മാതല്ല പറഞ്ഞ, ഞാൻ നേരിട്ട് കണ്ട് അനുഭവിച്ചതിന്റെ ബേസിലാണ് ഞാൻ സംസാരിക്കുന്നത്. രായും പകലും ആ ചേച്ചി എങ്ങനെയാണ് ആ വീട്ടിലുള്ളത്, എങ്ങനെയാണ് പെരുമാറുന്നത്, എല്ലാം എനിക്ക് A to Z അറിയാം. അത്രയും അറിയാവുന്നതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ കാണാൻ ലേറ്റായിപ്പോയി. ഞാൻ കുറച്ച് തിരക്കായിപ്പോയി. അതുകൊണ്ടാണ് ഇത്രയും ലേറ്റായിട്ട് ഞാൻ വീഡിയോ ഇടുന്നത്. എനിക്ക് അത്രയും വിഷമമായിപ്പോയി. ഞാൻ അത്രയും അറിയാവുന്ന ഒരാളിനെ കുറിച്ച് വന്ന് കുറെ നുണ പറയുമ്പോൾ ഞാൻ സഹിച്ചുകൊണ്ടിരിക്കത്തില്ല. ഞാൻ പ്രതികരിക്കും. അതെന്റെ അവകാശമാണ്. ഒരാളിനെ കുറിച്ച് എന്ത് വീഡിയോ ഇട്ട് തകർക്കാന്ന്. പിന്നെ ഈ ചത്തഭാമ ടീച്ചർ എന്ന് പറയുന്നത് എന്നോട് വെല്ലുവിളിച്ചിട്ടാണ് യൂട്യൂബിൽ ഇതെല്ലാം ചെയ്തിരിക്കുന്നത്. താരയോട് വെല്ലുവിളിച്ചിട്ട് താരയെടുത്ത് അവരൊരു വാക്ക് പറഞ്ഞു.
നിന്നെ ഞാൻ കാണിച്ചു തരും, യൂട്യൂബിൽ എങ്ങനെയാണ് വൈറലാവുമെന്ന് കാണിച്ചു തരും എന്ന് പറഞ്ഞിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതിന്റെ എല്ലാ വോയിസ് എന്റെ കയ്യിലുണ്ട്. ബാമ ടീച്ചർ യൂട്യൂബിൽ വന്ന് വളരെ കണക്ക് കൂട്ടി വളരെ പ്ലാൻ ചെയ്തിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. RLV രാമകൃഷ്ണനെതിരെ പറഞ്ഞിരിക്കുന്നത് കണക്ക് കൂട്ടി. എന്നിട്ട് വന്നിട്ട് പറയുന്നത് ഞാൻ പറഞ്ഞിട്ടില്ല, ഞാൻ പേരെടുത്ത് പറഞ്ഞില്ല. എന്തൊരു ബുദ്ധിയില്ലേ! ഒരാളുടെ പേരെടുത്ത് പറയില്ല. പേരെടുത്ത് പറഞ്ഞ കേസാവൂലേ? മനസ്സിലായ? പേരെടുത്ത് പറഞ്ഞ കേസാവും. അതുകൊണ്ട് ചാലക്കുടിയിലെ അധ്യാപകൻ, ഡാൻസ് അധ്യാപകൻ തീർന്നോ? ഇല്ല. സംഗീത അക്കാദമിയുമായിട്ട് ബന്ധപ്പെട്ട് വഴക്കുകൾ ഉണ്ടായ ഇതൊക്കെ പറഞ്ഞു വരുമ്പോ ആളുകൾക്ക് മനസ്സിലാവും, ആളുകൾ ചോറാ കഴിക്കുന്നത്. എന്നിട്ട് ഞാൻ പേരെടുത്ത് പറഞ്ഞില്ല എന്ന് പറഞ്ഞപ്പോ എന്തൊരു ഈസി ഇല്ലേ? ബുദ്ധി കൊള്ളാം കേട്ടോ, സൂപ്പർ ബുദ്ധി, സൂപ്പർ ബുദ്ധി. പക്ഷെ നിങ്ങൾ ഇങ്ങനെ ഒരു നിസ്സാരമായിട്ടൊരു സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ സമൂഹത്തിലേക്ക് പറത്തി വിട്ടപ്പോഴ് ഇമേജ് പോയത് RLV രാമകൃഷ്ണന്റെ ഇമേജ് അല്ല പോയത്. അദ്ദേഹത്തിന് വേണ്ടി ലോകം മൊത്തവുമുള്ള മലയാളികൾ പ്രതികരിച്ചു. ലോകം മൊത്തമുള്ള മലയാളികൾ. നിങ്ങൾക്ക് വേണ്ടി ആര് പ്രതികരിച്ചു? നിങ്ങൾക്ക് വേണ്ടി ആര് സംസാരിച്ചു? ആരും സംസാരിക്കില്ല. നിങ്ങളെ വെറും ഒരു അഹങ്കാരി എന്നൊരു പട്ടമാണ് നിങ്ങൾക്ക് ചാർത്തി തന്നത് ആളുകൾ. അല്ലെന്ന് പറയാവോ? ആദ്യത്തെ മരുമകളെ വീട്ടിൽ നിന്ന് അടിച്ചു കളഞ്ഞു, രണ്ടാമത്തെ മരുമകളെ വീട്ടിൽ നിന്ന് അടിച്ചു കളഞ്ഞു, സ്വന്തം ഭർത്താവിനെ എല്ലാം പിടിച്ചെടുത്ത് വീട്ടിൽ നിന്ന് അടിച്ചു കളഞ്ഞു, മോനെ വീട്ടിലിട്ട് ചീത്ത വിളിച്ച് അടിച്ചിറക്കും. നിങ്ങൾക്ക് എന്ത് ക്വാളിറ്റിയാ ഉള്ളത്? നിങ്ങളെ എങ്ങനെ ടീച്ചർ എന്ന് വിളിക്കും? നിങ്ങൾക്ക് എന്ത് ക്വാളിറ്റിയാ ഉള്ളത്? വാ തുറന്നാ മണ്ടത്തരം, പറയുന്ന മൊത്തം മണ്ടത്തരം. എന്നിട്ട് എന്ത് കണ്ടിട്ടാണ് അഡ്വക്കേറ്റ് സംഗീത ലക്ഷ്മണൻ വെളുപ്പിക്കാൻ വേണ്ടി ഇറങ്ങിയത്? ഇവരുടെ എന്ത് ക്വാളിറ്റി കണ്ടിട്ട് എന്ത് പറഞ്ഞെന്ന്? മോഹിനിയാട്ടം കളിക്കേണ്ടത് മോഹനനല്ല, മോഹിനിയാണ്. ഇതെവിടെ നോക്കിയിട്ടാ പറഞ്ഞത്? ഭരതമുനി എഴുതിയ നാട്യശാസ്ത്രത്തില് വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. മെലിഞ്ഞ നിറമുള്ള, മെലിഞ്ഞുണങ്ങിയ ബോഡി ഷേപ്പ്, ഇരുണ്ട നിറമുള്ള സുന്ദരിയായ യുവതി, അങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ എന്തിന്റെ ബേസിലാണ് ഈ കറുത്തവര് കളിക്കണ്ട എന്ന് പറയുന്നത്? അന്നേരം ഇവര് പറയുന്നതാ വെളുത്ത പെൺകുട്ടിയാണെങ്കിലും നമ്മൾ ഒരുക്കിയെടുക്കുവാണ്. ഇവര് പറഞ്ഞ ന്യായം ഒരുക്കി സുന്ദരിയാക്കി വീണ്ടും എടുക്കുവാണ്. അതെന്താ? കറുത്തവരെ ഒരുക്കിയാൽ കൊള്ളത്തില്ലേ? ഈ വെളുത്തവരെ മാത്രം മേക്കപ്പിട്ടാലേ കൊള്ളത്തോളാ? കറുത്തവര് മേക്കപ്പിട്ടാ കൊള്ളൂല്ലേ? അതെങ്ങും നാഡീശാസ്ത്രത്തിൽ ഒരു സ്ഥലത്തും എഴുതിയിട്ടില്ല കറുത്ത നിറമുള്ളവർ മോഹിനിയാട്ടം കളിക്കാൻ പാടില്ലെന്ന്. ഒരു സ്ഥലത്തും എഴുതിയിട്ടില്ല. പിന്നെ എന്ത് കണ്ടിട്ടാണ് ന്യായീകരിക്കുന്നത്? മല്ലികാമ്മ ക്യാബറ ഡാൻസുകാരിയെന്ന് ജയിക്കാൻ വേണ്ടി എന്തും പറയാല്ലേ, എന്തും. പക്ഷേ എത്രയൊക്കെ നിങ്ങൾ ന്യായീകരിച്ചാലും ഒരിക്കലും ഈ ജന്മം മല്ലികാമ്മയെ പോലാവാൻ നിങ്ങൾക്കാർക്കും പറ്റില്ല. പ്രത്യേകിച്ച് ആ അമ്മയുടെ 2 മക്കള് എവിടെങ്കിലും ആ അമ്മയെ പറ്റി കുറ്റം പറഞ്ഞ് കേട്ടിട്ടുണ്ടാ? മരുമക്കൾ കുറ്റം പറഞ്ഞ് കേട്ടിട്ടുണ്ടാ? ആരെങ്കിലും അമ്മയെ കുറിച്ച് കുറ്റം പറഞ്ഞ് കേട്ടിട്ടുണ്ടാ? അതാണ് ക്വാളിറ്റി. പക്ഷെ നിങ്ങളെ കുറിച്ചോ? നിങ്ങളുടെ മരുമക്കളാണെങ്കിലും നിങ്ങളുടെ ഭർത്താവാണെങ്കിലും നിങ്ങളുടെ ഒരേ ഒരു മോനാണെങ്കിലും വാ തുറന്നാൽ നിങ്ങളെ കുറിച്ച് കുറ്റം മാത്രമേ പറയുന്നുള്ളൂ. അപ്പൊ ജീവിതത്തിൽ തോറ്റുപോയത് നിങ്ങളാണ്. ചെത്തഫാമ ടീച്ചറാണ് ജീവിതത്തിൽ തോറ്റുപോയത്. 66 വയസ്സായിട്ട് നിങ്ങൾ ജീവിതത്തിൽ ഒന്നും ആയില്ല. നിങ്ങൾ ഒന്നും ആവാനും പോകുന്നില്ല. എന്താണ് നിങ്ങളുടെ പ്രവൃത്തി? നിങ്ങൾ ആ ഡാൻസ് സ്കൂളിൽ വന്ന കുട്ടികളെ എന്തുമാത്രം ആക്ഷേപിച്ച് കരയിപ്പിച്ച് വിട്ടു എന്നൊക്കെ നമുക്കറിയാം. നമുക്ക് നല്ല പോലെ അറിയാം എന്തുമാത്രം കരയിച്ചാണ് ഓരോ കുട്ടികളെയും വിട്ടിരിക്കുന്നത്. നിങ്ങൾ പഠിപ്പിക്കുമ്പോൾ ഡബിൾ മീനിങ്ങിൽ ഉള്ള രീതിയിലാണ് ഓരോ വഴക്കും പറയുന്നത്. ഡബിൾ മീനിങ്ങിൽ. ഇതൊക്കെ കുട്ടികൾ വെളിയിൽ പറഞ്ഞ മൊഴികളാണ്.
അയലത്തെ വീട്ടില്, തൊട്ട് ഓപ്പോസിറ്റ് വീട്ടില് നിങ്ങള് രാത്രി പട്ടിയും കൊണ്ട് നടക്കാൻ ഇറങ്ങും. നിങ്ങളുടെ മകൻ പട്ടിയും കൊണ്ട് നടക്കാൻ ഇറങ്ങും. അങ്ങനെ പട്ടി റോഡില് കാഷ്ടിച്ചു, അങ്ങനെ പറയുന്നുള്ളൂ. നിങ്ങൾ ഇനി കിടന്ന് ശരിക്കും. പട്ടി റോഡിൽ കാഷ്ടിച്ചു, വഴക്കായി. വഴക്കെന്ന് വെച്ചാൽ ഒന്നാന്തരം വീട്ടിൽ നിന്ന് ലാത്തി മോൻ എടുത്തോണ്ട് വരുന്നു, അടിക്കാൻ പോകുന്നു. ഒരു വക്കീലിന്റെ അടുത്താ അടിക്കാൻ പോകുന്നു, അത് കേസാകുന്നു, ഭയങ്കര അടി, അങ്ങോട്ടും ഇങ്ങോട്ടും ആകുന്നു. നേരെ കൊണ്ട് മ്യൂസിയത്ത് കേസ് കൊടുക്കുന്നു. എന്തൊക്കെ ബഹളം. തൊട്ടയലത്ത് എന്നും നേരം വെളുക്കുമ്പോൾ കാണുന്ന മനുഷ്യരുമായിട്ടാണ് ഈ അടി. അങ്ങനെ ഓരോ വീട്ടുകാരുമായിട്ട്. നിങ്ങൾക്ക് അയലത്തുകാരെ ഇഷ്ടമല്ല, വീട്ടിലുള്ളവരെ ഇഷ്ടമല്ല, നാട്ടുകാരെ ഇഷ്ടമല്ല. നിങ്ങൾക്ക് ആരെയാണ് ഇഷ്ടം? നിങ്ങൾക്ക് നിങ്ങളുടെ സൗന്ദര്യം, നിങ്ങളുടെ സ്വാതന്ത്ര്യം. അതാണ് നിങ്ങളുടെ സൗന്ദര്യം, നിങ്ങളുടെ സ്വാതന്ത്ര്യം. നമ്മൾ ഒരുപാട് അധ്യാപകരെ കണ്ടിട്ട് ഒരുപാട്, പക്ഷെ ഇതൊരു വല്ലാത്ത ഇനമായിപ്പോയി, വല്ലാത്ത. എന്നിട്ട് പിന്നെ ചാനലിൽ വിളിച്ചിട്ടൊരു വല്ലാത്ത സൈബർ അറ്റാക്ക്, സഹിക്കാൻ വയ്യെന്ന്. പ്രവൃത്തി കൊണ്ടാണ്, നിങ്ങളുടെ പ്രവൃത്തി കൊണ്ടാണ് എല്ലാരും പറയുന്നത്. ചുമ്മാതെ ആരെയും ഒന്നും പറയില്ല, ആരും പറയില്ല. നിങ്ങളുടെ മോൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, നിങ്ങൾ ഓരോ കരുക്കളും നീക്കുന്നത് ഒരു വക്കീലിന്റെ പിന്തുണയോടെയാണ്. നിങ്ങൾക്ക് ഈ ബുദ്ധിയൊന്നും, നിങ്ങൾ 8ാം ക്ലാസ്സും ഗുസ്തിയ, നിങ്ങളുടെ തലയിലൊന്നുമില്ല. 8ാം ക്ലാസ്സും ഗുസ്തിയ. പക്ഷേ ഒരു വക്കീലിനോട് ചോദിച്ചിട്ടാണ് നിങ്ങൾ ഇതെല്ലാം ചെയ്തു കൂട്ടുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾ പറഞ്ഞ കള്ളത്തിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ ചാലക്കുടിയിലുള്ള ഏത് അധ്യാപകനെ കുറിച്ചാണ് സംസാരിച്ചതിന്റെ പേര് പറ. എന്ത് പറയാത്തത്? ഏത് അധ്യാപകനെ കുറിച്ചാണ് നിങ്ങൾ സ്റ്റേറ്റ്മെന്റ് ഇറക്കിയത്? കറുത്ത കാക്കയെന്ന് നിങ്ങൾ ആരെ കുറിച്ചാ പറഞ്ഞത്? പറയൂ, പേര് പറ. ഈ നിമിഷം വരെ നിങ്ങൾ പറഞ്ഞിട്ടില്ല ആരാന്ന്. അങ്ങനെ ഒരു വ്യക്തിയില്ലേ? നിങ്ങൾ പറഞ്ഞത് RLV രാമകൃഷ്ണനെ കുറിച്ച് തന്നെയാണ്, അതിലൊരു മാറ്റവും ഇല്ല. നിങ്ങൾ പറഞ്ഞതിനകത്ത് ഉറച്ചു തന്നെ. നിങ്ങളൊരു സോറി, ജന്മം നിങ്ങളൊരു സോറിയും പറയത്തില്ല, പറയാൻ പോകുന്നില്ല. കുറെ പൈസ വക്കീലന്മാർക്ക് കൊടുക്കുമ്പോ എല്ലാം വെളുപ്പിക്കാന്ന് കരുതിയോ? നിങ്ങളുടെ കയ്യിൽ 10 പൈസ എടുക്കാനില്ലാഞ്ഞിട്ട് നിങ്ങളുടെ ഡാൻസ് സ്കൂളിൽ 10 കുട്ടികൾ പോലും തികച്ച് പഠിക്കാൻ ചെല്ലുന്നില്ല. ആ സ്കൂള് പൂട്ടിക്കെട്ടാൻ വേണ്ടി ഇരുന്ന ഒരു അവസ്ഥയാണ്. കയ്യിൽ പൈസ ഇല്ല, അതുകൊണ്ടാണ് കാറ് വിറ്റത്. കയ്യില് പൈസ ഇല്ലാത്തതുകൊണ്ടാണ് കാറ് വിറ്റത്. എന്നിട്ട് ആ വീട് വിൽക്കാൻ ശ്രമിക്കുന്നുണ്ട്, നടക്കത്തില്ല. മരുമകള് വീട് സ്റ്റേ ചെയ്തിട്ടിരിക്കുക, അതുകൊണ്ട് വീട് വിൽപ്പന നടക്കത്തില്ല. പിന്നെ ഈ ഡയലോഗൊക്കെ കൊള്ളാം. ഡയലോഗൊക്കെ സ്വന്തമായിട്ട് ഞാൻ ഡാൻസ് പഠിപ്പിച്ചാണ് വീട് വെച്ചത്. അങ്ങ് ഞങ്ങൾ എല്ലാരും വിശ്വസിച്ചു കേട്ടോ, എല്ലാരും വിശ്വസിച്ചു. നിങ്ങൾ ഡാൻസ് പഠിപ്പിച്ചാണ് വീട് വെച്ചത്. ഞാൻ നിങ്ങളുടെ ഭർത്താവിനോട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. നിങ്ങളുടെ ഭർത്താവിനോട് അദ്ദേഹം പറഞ്ഞു ആ വീട് എങ്ങനെയാണ് വെച്ചതെന്ന്. അദ്ദേഹത്തിന് ലോട്ടറി അടിച്ച് ആ പൈസക്കാണ് വീട് വെച്ചത്. വീട് വെച്ച് എല്ലാ സിറ്റുവേഷനും ആയി കഴിഞ്ഞപ്പോ നിങ്ങൾ നിങ്ങളുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി അദ്ദേഹത്തിന് അടിച്ച് റോഡിൽ കളഞ്ഞു. ഇപ്പൊ വെറും 200 രൂപയ്ക്ക് ഒരു ലോട്ടറി കടയിൽ നിൽക്കുക. വെറും 200 രൂപയ്ക്ക് അദ്ദേഹത്തിന്റെ ഗതികേട്. ഇതെല്ലാം ഉണ്ടാക്കി കൊടുത്തിട്ട് വെറും 200 രൂപയ്ക്ക് ഏതോ ഒരു വീട്ടിൽ വാടകയ്ക്ക് കിടക്കുക. അപ്പൊ നിങ്ങളുടെ മനസാക്ഷി എവിടെ നിന്നറിയും? നിങ്ങൾ എന്ത് ദുഷ്ടയാണ്. വെളുപ്പിക്കാൻ വേണ്ടി സംഗീതാലക്ഷ്മി അല്ല, നിങ്ങൾക്കും ഭർത്താവില്ലല്ലോ, അതുകൊണ്ട് രണ്ടുപേരും ചേരും. മല്ലികാമ്മയെ പറയാൻ വേണ്ടി ഇറങ്ങിയിരിക്കുന്നു. മല്ലികാമ്മ അനുഭവിച്ചല്ലോ, നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടോ? അവരുടെ ജീവിതത്തിൽ അവർ ആ 2 മക്കളെ വളർത്തിയെടുക്കാൻ അവർ പെട്ട പാടുമല്ലോ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ? അവരുടെ ജീവിതകഥ കേൾക്കണം. എന്തോരം കഷ്ടപ്പെട്ടാണ് ഇവിടം വരെ എത്തിയെന്ന് അവരുടെ ജീവിതകഥ കേൾക്കണം. ഒരു മദ്രാസിൽ കിടന്ന് അനുഭവിച്ച വിഷമങ്ങൾ കേൾക്കണം. അതെല്ലാം നേരിട്ട് ഞാൻ കേട്ടറിഞ്ഞ എനിക്കിത് കേൾക്കുമ്പോ പൊള്ളും. മനസ്സിലായി? ശാന്തിവിള ദിനേശ് ഏട്ടാ ഓരോ കഥകളായിട്ട് പോയി കണ്ട്, മദ്രാസിൽ പോയി കണ്ടത് ഓരോ കാര്യങ്ങളായിട്ട്. അതുപോലെ പിന്നെ മരിച്ചുപോയ കൈലാസ് എന്ന് പറഞ്ഞ ഒരു സീരിയൽ നടനുണ്ടാണ്. അത് കുണ്ടമൻ കടത്തൊട്ടിപ്പുറത്ത് അമ്പലത്തിന്റെ ബാക്കിലാണ് താമസിച്ചത്. അപ്പൊ ആ ചേട്ടൻ നമ്മുടെ അടുത്ത് വീട്ടിൽ വരുമ്പോഴത്തേക്ക് പറയും ഇതേ കണക്ക് ഓരോന്ന് അവിടെ പോയി മദ്രാസിൽ പോയി കണ്ടത് കാര്യങ്ങളും എല്ലാം പറയും.
എന്തോരം കഷ്ടപ്പെട്ടാണ് അവരിവിടം വരെ എത്തിയത്. അങ്ങനെ എങ്ങനെയാണ് പിന്നെ സുകുമാരൻ ചേട്ടൻ ഇവരെ കല്യാണം ഇവരുടെ കഷ്ടത കണ്ടിട്ട് ഇവർക്കൊരു ജീവിതം കൊടുത്തത്. അതിനെ കളിയാക്കണം. ഈ നമുക്ക് കുറ്റം പറയാൻ ഭയങ്കര ഈസിയാണ്. പക്ഷെ നമ്മൾ അറിയണം അവരെന്തൊക്കെ ദുഃഖങ്ങൾ അനുഭവിച്ചാണ് ഇവിടം വരെ എത്തിയെന്ന്. ചുമ്മാ സിമ്പിളായിട്ടാ നീ ക്യാബറ ഡാൻസ് ഇങ്ങനെ അങ്ങ് പറഞ്ഞപ്പോ എന്ത് സിമ്പിളായിട്ട് തീർന്ന്. ഉത്തരം മുട്ടമ്മ കൊഞ്ഞണം കുത്തു എന്ന് പറയാം. അതാണ് സംഗീത ലക്ഷ്മണ, അഡ്വക്കേറ്റ് സംഗീത ലക്ഷ്മണ ഇപ്പൊ ചെയ്തിരിക്കുന്നത്. ഉത്തരം മുട്ടമ്പോ കൊഞ്ഞണം കുത്തു എന്ന പ്രവൃത്തിയാണ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഈ ബാമ ടീച്ചറിനെ കുറിച്ച് എന്തറിയാം നിങ്ങൾക്ക്? ഞാൻ എന്റെ ചോദ്യം, നിങ്ങൾ എന്തറിഞ്ഞിട്ടാണ് വെളുപ്പിക്കാൻ വേണ്ടി ഇറങ്ങിക്കുന്നത്? ഇവരെ കുറിച്ച് എനിക്ക് A to Z ബാമ ടീച്ചറിനെ കുറിച്ചായാലും മല്ലിക ചേച്ചിയെ കുറിച്ചായാലും A to Z അറിയാം. ആരുടെ സൈഡിലാണ് ന്യായമുള്ളതെന്ന് A to Z എനിക്കറിയാം. കുറച്ച് പൈസ കൊടുത്തപ്പോഴത്തേക്ക് വെളുപ്പിക്കാൻ വേണ്ടി ഇറങ്ങിയേക്കുക. കൊള്ളാം. അടിപൊളി. കേസാവും എന്ത് കണ്ടപ്പോ പതുക്കെ ഞാനൊന്നും പറഞ്ഞിട്ടില്ലേ, ഞാൻ RV രാമകൃഷ്ണനെ അല്ല ഉദ്ദേശിച്ചത്. അപ്പൊ നിങ്ങൾ ആരാ ഉദ്ദേശിച്ചത്? നിങ്ങൾ ഇപ്പോഴും ആരെ ഉദ്ദേശിച്ചെന്ന് പറയുന്നില്ലല്ലോ. RV അല്ല ഞാൻ ഉദ്ദേശിച്ചത്. അപ്പൊ പിന്നെ ആര്? അതിന് ഉത്തരവില്ലേ? പിന്നെ വലിയ മെഡിക്കേറ്ററിക്കോ? അപ്പൊ ഫ്രണ്ട്സിനോടൊക്കെ പറയുന്നത് കണ്ടാ ഞാൻ ഒറ്റ ദിവസം കൊണ്ട് ലോകം മൊത്തം വൈറലായിന്ന്. എങ്ങനെ വൈറലായി? നിങ്ങളെ കുറിച്ച് ആരെങ്കിലും ഒരു നല്ല രീതിയിൽ ആരെങ്കിലും പറയൂ നിങ്ങളെ കുറിച്ച്? യൂട്യൂബ് തുറന്നാ കാണാം. നല്ല ഒരൊറ്റ കമന്റ് നിങ്ങളെ കുറിച്ച് ആരെങ്കിലും പറയൂ? പറയില്ല. പിന്നെ അതാണോ ഭയങ്കര കാര്യം? നെഗറ്റീവ് പബ്ലിസിറ്റിയാണോ നിങ്ങൾക്ക് ഏറ്റവും വലുത്? ഒറ്റ ദിവസം കൊണ്ട് ലോകം മൊത്തം വൈറലായിന്ന്. ബുദ്ധി കൊള്ളാം കേട്ടാ, ബുദ്ധി. പക്ഷേ ആരുടെ പോയി പറയല്ലേ, നാണക്കേടാ. സ്വന്തം മരുമോള കഴുത്തി കിടക്കുന്ന താലിമാല പൊട്ടിച്ച് മുഖത്ത് എറിഞ്ഞു കൊടുക്കുക, കുറ്റിക്ക് അടിക്കുക, ഇതൊക്കെയാണ് നല്ല സ്വഭാവമായത്. എന്നിട്ട് അതിനെ വെളുപ്പിക്കാൻ കുറെ പെണ്ണുങ്ങളും സമ്മതിച്ചു കൊടുക്കണം കേട്ടോ, സമ്മതിച്ചു. മനുഷ്യൻ കറുപ്പാകും, ആർക്കാണ് പ്രശ്നം? തീർച്ചയായിട്ടും മനസ്സ് നന്നായാൽ മതി. നിറത്തിൽ എന്ത് കാര്യം? ഒരു നിമിഷം മതി. അവര് വലിയ ന്യായത്തിൽ പറഞ്ഞു ഞാൻ ഭയങ്കര സുന്ദരിയാണ്. നിങ്ങൾ എന്ത് സുന്ദരിയാ? നിങ്ങൾ മുഖത്ത് പോയി കണ്ണാടിയെ നോക്കും. നിങ്ങൾ എന്ത് സുന്ദരിയാ നിങ്ങൾ കുറെ ഫെയർ ആൻഡ് ലവ്ലി വാരി ഇട്ടിട്ട് കുറെ ലിപ്സ്റ്റിക് ഇടുമ്പോ സുന്ദരി, ഒരു വലിയ പൊട്ടും ഇങ്ങനെ എടുത്തിടുമ്പോ സുന്ദരിയാവോ? നിങ്ങൾ സുന്ദരികളെ വല്ലതും കണ്ടിട്ടുണ്ടാ? നിങ്ങൾ സുന്ദരികളെ കണ്ടിട്ടുണ്ടാ? സുന്ദരിയാണെന്ന് സ്വയം പറയുക. സുന്ദരിയാണെന്ന് പറഞ്ഞ് നടക്കൂല, അതാണ് രസം. അവർക്ക് കൊക്കിനെയാണ് ഇഷ്ടം. നമുക്കിപ്പോ അശ്വന്ത് കൊക്കല്ലെന്ന്, അശ്വന്ത് കോക്ക്. എന്തുവാ? യുദ്ധഭൂമിയിൽ പുതിയൊരു ഭടൻ, അത് കലക്കി കേട്ടോ, പുതിയ ഭടൻ എത്തി. സംഗീത ലക്ഷ്മണൻ, അഡ്വക്കേറ്റ് സംഗീത ലക്ഷ്മണൻ. അതാണ് ഉറങ്ങി കിടക്കുവായിരുന്നു ഈ സാധനം, ഇപ്പൊ പൊങ്ങി വന്ന് പതുക്ക. അയ്യോ, സകലமான പേര് വീഡിയോ ഇട്ടിട്ട് ഇവരെ മാത്രം കണ്ടില്ല. ഇതാണ് സംഭവം. ആലോചിച്ചോണ്ടിരിക്കുകയാണ് എന്താ ബുദ്ധി പോയിന്റ്സ് തപ്പിക്കൊണ്ടിരിക്കുകയായിരുന്നു പുള്ളിക്കാരി ഇത്രയും ദിവസം. LPC 6 പ്രകാരം